ഗുഡ് ഡേ ഓൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാരൻറ് ലോഗിനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാരൻറ് ലോഗിൻ യൂസ് ചെയ്യാം എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിനുള്ള ഫങ്ഷൻസ്, ഏതൊക്കെ ഫങ്ഷൻസാണ് മെയിനായിട്ട് ഡെയിലി റൊട്ടീനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട് ESS കണക്റ്റ് എന്നതാണ്. സോ ഈ ഒരു സോഫ്റ്റ്വെയർ വന്നിട്ട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഉദാഹരണത്തിനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോവുക, ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട് സെർച്ച് ചെയ്യുക ESS കണക്റ്റ്. സോ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ വരും, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കവിടെ കാണാം ESS കണക്റ്റ് എന്നുള്ള പേര് കാണാം. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതേ ആപ്പ് തന്നെ ആപ്പ് സ്റ്റോറിലും, അതായത് ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. അത് പെയ്ഡ് അല്ല, ഫ്രീ ആണ്. ഓക്കെ, വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ വന്നിട്ട് നമുക്ക് ഇതുപോലെ ഫ്രണ്ട് പേജിൽ വരും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സ്, പെർമിഷൻസ് അലോ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ്, അതായത് നോട്ടിഫിക്കേഷൻ വരണം എന്നുള്ളൊരു ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് അലോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ സ്കൂളിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പേരും കാര്യങ്ങളെല്ലാം കാണാം. അടുത്തായിട്ട് നമുക്ക് വരുന്നത് സ്കൂൾ കോഡാണ്. കോഡ് വന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണതിൻ്റെ കോഡാണ്. നമ്മുടെ സ്കൂൾ കോഡല്ല ടൈപ്പ് ചെയ്യേണ്ടത്. അതായത് സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു സ്കൂൾ കോഡ്. ആ ഒരു കോഡ് ലഭിച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ ടൈപ്പ് ചെയ്യുക ആ സ്കൂൾ കോഡ്. ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ ടൈപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കുള്ള കോഡ് വന്നിട്ട് സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ജസ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം സ്ക്രോൾ ഞാൻ ടൈപ്പ് ചെയ്തത്. ഇത് നമുക്ക് അടുത്തതായി ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ്, നമുക്ക് സ്കൂളിൻ്റെ പേരും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭ്യമായിരിക്കും. ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമുക്ക് കാണുന്നത് അടുത്തതാണ് യൂസർ നെയിം പാസ്വേഡ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് നമുക്ക് യൂസർ നെയിം പാസ്വേഡ് അത്യാവശ്യമാണ്. ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് അടക്കം ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരിക്കും, മേ ബി അതിലൂടെ ഷെയർ ആയിരിക്കും, അല്ലെങ്കിൽ നേരിട്ടായിരിക്കും തരാം. ഓക്കെ, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പാരൻറ് ലോഗിനാണ്. ഒരു പാരൻസിന് എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ ഒരു ആപ്പ് വഴി ലഭിക്കാൻ പോകുന്നത് എന്നതാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യാണ്. യൂസർ നെയിം വന്നിട്ട് എപ്പോഴും നിങ്ങൾ സ്കൂളിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കും, രജിസ്റ്റർഡ് മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളുടെ യൂസർ നെയിം. ഞാൻ ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യാണ്. പാസ്വേഡ് വന്നിട്ട് ഓട്ടോ ജനറേറ്റ് പാസ്വേഡ് ആയിരിക്കും, അതും നിങ്ങൾക്ക് ലഭ്യമാകും. വൺസ് യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാരൻറ് ആപ്പിലോട്ട് ലോഗിനായി വരും. ഇതാണ് നമ്മുടെ പാരൻറ് ലോഗിൻ്റെ ഇൻ്റർഫേസ് വ്യൂ. നിങ്ങൾക്ക് കുറേ ഫങ്ഷൻസ് ഇതിൽ കാണാം. ഇത് ഓരോന്നായി നമ്മളിത് നോക്കാൻ പോവുകയാണ്. ഇത് നോക്കണേ എന്താ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ്ലി നമ്മൾ വാട്സാപ്പ് എന്നുള്ള ഉപയോഗം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനിക്ക് സ്കൂൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ അപ്ഡേഷൻസും ഇനി ഈ ഒരു ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏത് ലോഗിനാണോ യൂസർ നെയിം പാസ്വേഡ് ആണ് കൊടുത്തത്, ആ കുട്ടിയുടെ പ്രൊഫൈലായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. വേറെ കുട്ടികളുടെ ഡീറ്റെയിൽസോ അങ്ങനെയൊന്നും ഇതിൽ കയറി വരില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഡൗട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാവുക. അപ്പോൾ ഇതിൽ കാണാം, മേലെ വന്നിട്ട് സ്കൂളിൻ്റെ പേരും കാര്യം കാണാം. ഒരു ബ്ലൂ ബോക്സ് നിങ്ങൾ കണ്ടില്ലേ? ഈ ബ്ലൂ ബോക്സിലാണ് നിങ്ങളുടെ കുട്ടിയുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാം, നെയിം, അഡ്മിഷൻ നമ്പർ, ഏത് ക്ലാസ് എന്നുള്ള ഓപ്ഷൻ ഈ ഒരു ബ്ലൂ ബോക്സിൽ കാണാം. ഓക്കെ, അടുത്തതായി ഈ ഒരു ആപ്ലിക്കേഷൻ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് പാർട്ട് വന്നിട്ട് പ്രൊഫൈൽ ഇൻഫർമേഷൻ. അതിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ഐക്കൺസ് കാണാം, ഫീച്ചേഴ്സും കാണാം. അടുത്താണ് പാർട്ട് 2 ഓൺലൈൻ ഫീസ് ആൻഡ് ഫീസ് ഡീറ്റെയിൽസ്. ഇതാണ് പാർട്ട് 2. അടുത്താണ് പാർട്ട് 3യിൽ നോക്കുകയാണെങ്കിൽ അക്കാഡമിക്സ് പറഞ്ഞിട്ട് കുറേ കരിക്കുലം ബേസിലുള്ള എല്ലാ ആക്ടിവിറ്റീസും അതിലും കാണാം. അങ്ങനെ ഈ ഒരു 3 പാർട്ട് എല്ലാം കൂടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നായി നോക്കാം. ഫസ്റ്റ് പേഴ്സണൽ ഇൻഫർമേഷനിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രൊഫൈൽ, നോട്ടീസ് ബോർഡ്, നോട്ടിഫിക്കേഷൻ, അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ എന്താണ് പ്രൊഫൈൽ എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഏത് കുട്ടിയുടെ ലോഗിനിലാണോ യൂസർ നെയിം പാസ് കൊടുത്തത്, ആ കുട്ടിയുടെ സ്കൂളിൽ എങ്ങനെയാണ് ഡാറ്റ രജിസ്റ്റർ ആയിരിക്കുന്നത്, ആ ഡാറ്റ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ വഴി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രൊഫൈൽ മേൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ സ്കൂൾ രജിസ്റ്റർ ചെയ്തിരിക്കണം, ആ ഒരു ബേസിക് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനെ കാണിക്കുക. അവിടെ സബ്ജക്ട് ടീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സബ്ജക്ട് ടീച്ചേഴ്സ് ആരൊക്കെയാണെന്നുള്ളതും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനിൽ കാണാം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് പറഞ്ഞിട്ട് ക്ലാസ് ടീച്ചേഴ്സ് ഇത് എത്രയും വേഗം ഇത് ക്ലിയർ ചെയ്തായിരിക്കും. അപ്പോൾ മിസ്റ്റേക്ക് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ടീച്ചേഴ്സിനോട് പറയുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിന് ബാക്ക് അടിക്കുകയാണ്. അടുത്താണ് നോട്ടീസ് ബോർഡ്. നോട്ടീസ് ബോർഡ് എന്നത് എന്തായിരിക്കും? നമ്മുടെ സ്കൂളിൽ നോട്ടീസ് ബോർഡ് എല്ലാം കണ്ടൻറ്റ് എല്ലാം ഉണ്ടാവും. എന്തെങ്കിലും മെയിൻ ഫങ്ഷൻസോ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു നോട്ടീസ് ബോർഡ് പോലെ ഉണ്ടാവും. അത് സെയിം എക്സാക്ട് പോലെ നമ്മൾ ഈ ഒരു ആപ്പിലൂടെയും ലഭ്യമാണ്. അപ്പോൾ ഇത് ആരൊക്കെയാണ് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്നാവാം, സ്കൂളിലുള്ള ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാവാം. അവരിട്ട് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടീസ് ബോർഡിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ ലഭ്യമായിരിക്കും. എന്തെങ്കിലും ഇൻഫർമേഷൻസ്, അലേർട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിലും ഈ ഒരു നോട്ടീസ് ബോർഡ് ലഭ്യമായിരിക്കും. ഓക്കെ, അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുകയാണ്. അടുത്താണ് നോട്ടിഫിക്കേഷൻ. ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മൾ ഇത്ര നാളും വാട്സാപ്പ് എന്നുള്ള ഉപയോഗമായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. മെസ്സേജും കാര്യങ്ങൾക്കായി എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാവുക വാട്സാപ്പ് ആയിരിക്കും. വാട്സാപ്പ് ഇനി പതുക്കെ ഇനി സ്കൂളുകാർ വന്നിട്ട് അത് പതുക്കെ ഒഴിവാക്കി കളഞ്ഞിട്ട് ഇനി ഫുൾ ഫ്ലെക്സിബിളായിട്ട് ഇതിലായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഞാൻ പറയാം. സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് പ്രിൻസിപ്പാൾ, ക്ലാസ് ടീച്ചേഴ്സ്, സബ്ജക്ട് ടീച്ചേഴ്സ് ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഇതിലായിരിക്കും വരാം. അപ്പോൾ നിങ്ങളിനി ഡെയിലി റൊട്ടീനായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നോക്കേണ്ടി വരും. അതുകൂടാതെ ഇതുപോലെ പോപ്പപ്പ് ആയിട്ടും സ്കൂളിൻ്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെ പോപ്പപ്പ് ആയിട്ടും നോട്ടിഫിക്കേഷൻ സിസ്റ്റം വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. ഇനി അടുത്താണ് അച്ചീവ്മെൻറ്റ്സ്. അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അവരെന്തെങ്കിലും ഫോട്ടോ എടുത്ത് പാരൻസിന് അയക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് അതെല്ലാം വിസിബിളായി കാണാം. ഫോർ എക്സാമ്പിൾ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യാണ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അങ്ങനെ ഓരോന്നുള്ള അച്ചീവ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമായിരിക്കും നിങ്ങളുടെ കുട്ടികളുടെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. ഇതാണ് പാർട്ട് 1 വരുന്നത്. പ്രൊഫൈൽ ഇൻഫർമേഷൻ വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. പ്രൊഫൈൽ, നോട്ടീസ് ബോർഡ്, നോട്ടിഫിക്കേഷൻ, അച്ചീവ്മെൻറ്റ്സ്. ഓക്കെ, അടുത്താണ് പാർട്ട് 2. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഇതിൽ കാണാം. ഓൺലൈൻ ഫീസ് ആൻഡ് ഫീസ് ഡീറ്റെയിൽസ്. എന്താണ് ഓൺലൈൻ ഫീ? ഓൺലൈൻ ഫീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി ഈ ഒരു ആപ്പ് വഴി കുട്ടികളുടെ ഫീസ് കാര്യങ്ങളെല്ലാം ഇതുവഴി പേയ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾ ഡയറക്റ്റ് വന്ന് സ്കൂളിൽ വന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ആപ്പ് വഴി പേയ്മെൻറ്റ് ചെയ്യാം. ആ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാം. പേ ഫീ ആൻഡ് പേയ്മെൻറ്റ് ഹിസ്റ്ററി. എന്താണ് ഈ 2 ഉപയോഗം? അതെന്താണെന്ന് പറയാം. ഓൺലൈൻ ഫീ, അതിൽ പേ ഫീ എന്നുള്ള ഐക്കൺ നിങ്ങൾക്ക് കാണാം. ഈ ഒരു പേ ഫീ വഴിയാണ് നിങ്ങളുടെ കുട്ടികളുടെ ഫീസ് കാര്യങ്ങളെല്ലാം പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഞാൻ ഇതിൽ പേ ഫീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ നോക്കി കാണാം, ഇതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം കാണാം. എന്തായാലും നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് വഴിയായിരിക്കും ഫീസ് എല്ലാം സ്കൂളുകാരും കളക്ട് ചെയ്യുക. അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കി കാണാം, സ്കൂൾ ഫീസും കാണാം, ബസ് ഫീസും കാണാം. ബസ്സിലുള്ള കുട്ടികളാണെങ്കിൽ മാത്രമാണ് അവിടെ ബസ് ഫീസ് വരുള്ളൂ, അല്ലെങ്കിൽ അവിടെ സ്കൂൾ ഫീ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് ആവാറായി. അപ്പോൾ ഏത് ഇൻസ്റ്റാൾമെൻ്റ് ആണോ ഫസ്റ്റ് ഇരിക്കുന്നത് ആ ഇൻസ്റ്റാൾമെൻറ്റ് തീർത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്കൂൾ ഫീസ് നോക്കുകയാണെങ്കിൽ ടേം 3 എന്നുള്ളത് കാണാം. അപ്പോൾ ഞാനവിടെ ടേം 3, ഈ ടേം 3 ഫീസ് പേയ്മെൻറ്റ് ചെയ്താൽ കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനി ടേം 4ലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീസും കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ചെയ്യണമെന്ന ഡൗട്ടെല്ലാം വരും. നിങ്ങളത് അപ്പം തന്നെ ക്ലാസ് ടീച്ചറെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇനി അടുപ്പിച്ച് ഫുൾ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എല്ലാം സെലക്ട് ചെയ്യാം. എല്ലാം സെലക്ട് ചെയ്താൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, നിങ്ങളവിടെ സെലക്ട് ചെയ്യുന്നതോറും അതിൻ്റെ സ്റ്റാറ്റസ് അവിടെ മാറിക്കൊണ്ടിരിക്കും.
ഫോർ എക്സാമ്പിൾ ഞാനിവിടെ സ്കൂൾ ഫീ വന്നിട്ട് ടേം 3 മാത്രം പേയ്മെൻറ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ ഞാനവിടെ ടേം 3 എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എമൗണ്ട് അവിടെ മേലെ നമുക്കവിടെ വരുന്നത് കാണാം. ആയിട്ടിടയിൽ മേക്ക് എ പേയ്മെൻറ്റ് പറഞ്ഞിട്ട് ആ ടൈമിലത്തെ ഫീസും അവിടെ കാണാം, ടോട്ടൽ എമൗണ്ട്. അപ്പോൾ ഞാനതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് ബാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഗേറ്റ് വേയിലോട്ടാണ് പോകുന്നത്. അതായത് ബാങ്ക് നമുക്ക് തരുന്നത് എന്തൊക്കെയാണ്, UPI, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, അതെല്ലായിരിക്കും ബാങ്ക് തരുന്ന പ്രൊസീജിയർ. വൺസ് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം ഏത് വഴിയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻസ് അവിടെ വരും. അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ UPI ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതലുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരും. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വൺസ് അതുവഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്റ്റ് വേണമെന്നുള്ള ഓപ്ഷൻ. അപ്പം ഞാൻ ഈ ഒരു ടാബിൽ നിന്ന് ബാക്ക് അടിക്കുകയാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള സ്റ്റാറ്റസാണ് ഞാൻ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇതിൽ നിന്ന് ബാക്ക് അടിക്കുകയാണ്. വൺസ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബാക്ക് അടിച്ചു. അടുത്ത ഓപ്ഷനാണ് ഓൺലൈൻ ഫീസിൽ വന്നിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ പേ ഫീന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഹിസ്റ്ററി ഈ ഒരു ഓപ്ഷനിൽ പോവുക. അപ്പോൾ നിങ്ങൾക്കിതിൽ കാണാം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റാറ്റസും ഈ ഒരു ഹിസ്റ്ററി പോയി കാണാം. ഇനി നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് ഓരോ ടാബായിട്ട് നിങ്ങൾക്ക് കാണാം. ഓർഡർ ഐ ഡി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാം. വൺസ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിനിടയിലും വ്യൂ റെസിപ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ആ വ്യൂ റെസിപ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് റെസിപ്റ്റ് അടക്കം നിങ്ങൾക്കിതിൽ കിട്ടും. അത് നിങ്ങൾക്ക് സക്സസ് ആവാം, ഫെയിൽ ആവാം, ഇൻ പ്രോഗ്രസ് ആവാം. അതിൻ്റെ എല്ലാത്തിൻ്റെ സ്റ്റാറ്റസ് എല്ലാം കൂടിയിട്ടുള്ള പേയ്മെൻറ്റ് റെസിപ്റ്റ് അടക്കം നിങ്ങൾക്കിതിലൂടെ കാണാം. ഓക്കെ, ഈ ഒരു പേയ്മെൻറ്റ് റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. മേലൊരു ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് അവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് കംപ്ലീറ്റ് പറഞ്ഞിട്ട് ഇത് നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗമൊന്നും മെയിനായിട്ട് വരുന്നത് നമ്മളിപ്പോൾ കണ്ട എന്താ, എങ്ങനെയാണ് കുട്ടികളുടെ ഫീസ് മൊബൈൽ ആപ്പ് വഴി പേയ്മെൻറ്റ് ചെയ്യാം എന്നതാണ് നിങ്ങൾ ഇതിലൂടെ കണ്ടത്. ഇതാണ് ഓൺലൈൻ ഫീസ്. അത് രണ്ട് ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, പേ ഫീ ആൻഡ് പേയ്മെൻറ്റ് ഹിസ്റ്ററി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഇതിൽ നിന്ന് ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവുക. അപ്പോൾ നമ്മളിത് എന്തിനാണ് ഒരു ആപ്പ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയാം, ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നതാണ് നമുക്കിതിൻ്റെ കൊണ്ടൊരു ഉപയോഗം. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ ഇനി ഈ ഒരു ആപ്പ് വഴിയായിട്ടായിരിക്കും ലഭിക്കുക. നമുക്ക് അടുത്തേക്ക് കടക്കാം. അടുത്താണ് ഫീസ് ഡീറ്റെയിൽസ്. ഓൺലൈൻ ഫീ എന്താ നമ്മൾ നോക്കി. ഇനി അടുത്താണ് ഫീസ് ഡീറ്റെയിൽസ്. അതിൽ നോക്കുകയാണെങ്കിൽ ഫീസ് എന്ന് കാണാം, ബസ് ഫീസ് എന്ന് കാണാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഫീസ് എന്നുള്ള സെലക്ട് ചെയ്യാണ്. ഇതിൽ രണ്ട് ഉപയോഗങ്ങളാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളിനി മൊബൈൽ ആപ്പ് വഴി പേയ്മെൻറ്റ് ചെയ്യാം. ഇനി അഥവാ നിങ്ങളിനി സ്കൂളിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് അടക്കം നിങ്ങൾക്ക് ഇതിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കൺഫ്യൂഷൻസ് മാറും. ഫീസ് റിലേറ്റഡുള്ള കൺഫ്യൂഷൻസ് മാറാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഓപ്ഷൻ ഇതിലിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കി കാണാം, മേലെ നോക്കുകയാണെങ്കിൽ ഫീസ് ഡീറ്റെയിൽസ് എന്നുണ്ട്, ഫീസ് പെയ്ഡ് എന്നുണ്ട്. ഫീസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികളുടെ ഫീസിൻ്റെ ഭാഗങ്ങളായിരിക്കും. ഫീസ് പെയ്ഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂൾ ഫീസ് റിലേറ്റഡുള്ള കാര്യങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസാണ് ഇവിടെയും കാണുന്നത്. അതാണ് ഇതിൻ്റെ ഉപയോഗം. അടുത്തതാണ് അതുപോലെ ഫീസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. ബസ് ഫീസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, ബസ് ഫീസ്. അതിലുണ്ട് ബസ് ഫീസ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ബസ് ഫീസ് പെയ്ഡ്. ബസ് ഫീസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടിയുടെ ഫീസുകളുടെ ബസ്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഫീസിൻ്റെ ആയിരിക്കും ലിസ്റ്റായിരിക്കും കാണാം. ഇനി അതുപോലെ നിങ്ങൾക്ക് ബസ് ഫീസ് പെയ്ഡ് എന്ന് പറയുന്നത് അടിച്ച എമൗണ്ട് നിങ്ങൾക്കിത് സ്റ്റാറ്റസ് കാണാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ബസ് ഫീസ് പെയ്ഡ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് രണ്ട് പാർട്ടിലാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻഫർമേഷൻ, സെക്കൻഡ് പാർട്ട് എന്നാണ് ഓൺലൈൻ ഫീസ് ആൻഡ് ഫീസ് ഡീറ്റെയിൽസ്. ഇനിയാണ് നമുക്ക് മെയിനായിട്ട് അടുത്തതിലേക്ക് പാർട്ട് 3ക്ക് പോവാം, അക്കാഡമിക്സ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്കിനി സിലബസ് ബേസ്ഡുള്ള കാര്യങ്ങൾക്ക് ഇനി കിടക്കാം. അതാണ് പാർട്ട് 3യിൽ വരുന്ന കാര്യങ്ങൾ. ഇതിൽ നോക്കുകയാണെങ്കിൽ അറ്റൻഡൻസ്, ടൈം ടേബിൾ, ഡയറി, സ്കൂൾ പോർട്ടൽ, റിപ്പോർട്ട് കാർഡ്, മാർക്ക് ഷീറ്റ്, അനക്ഡോട്ടൽ, ചാറ്റ്, ക്ലാസ് ടെസ്റ്റ്, ഡിസിപ്ലിൻ, പോർഷൻ, ഹോംവർക്ക്, HPC, ഫീഡ്ബാക്ക് എൻട്രി, ലീവ് ആപ്ലിക്കേഷൻ, ഗാലറി ആൻഡ് ബസ് ട്രാക്കിംഗ്. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടിയിട്ടാണ് സിലബസ് ബേസ്ഡുള്ള കാര്യങ്ങൾക്ക് വരുന്നത്. ഫസ്റ്റ് എന്താണ് നമുക്ക് നോക്കേണ്ടത്, അറ്റൻഡൻസ്. അപ്പോൾ കുട്ടി ഇനി ഡെയിലി നിങ്ങളിനി ഒരു കാര്യം ചെക്ക് ചെയ്യേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടൻസ് കാര്യമാണ് അറ്റൻഡൻസ്.
അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് കുട്ടികളുടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി നേരത്തെ പോയിട്ട് സ്കൂൾ ലേറ്റ് ആവുകയാണെങ്കിൽ, ഇനി നേരത്തെ സ്കൂളിൽ നിന്ന് പോവുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് എടുക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ടും ഈ ഒരു അറ്റൻഡൻസ് നിങ്ങൾക്ക് ഇൻഫർമേഷനായിട്ട് ലഭിക്കും. നേരത്തെ ഞാൻ ഉദാഹരണമായിട്ട് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നോട്ടിഫിക്കേഷനും അറ്റൻഡൻസ് കണക്റ്റ് ആവണം എന്നുള്ളത് പറയാം. ഇപ്പോൾ ടീച്ചേഴ്സ് വന്നിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം മൊബൈൽ ആപ്പ് വഴി. കുട്ടി ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ ടീച്ചേഴ്സ് അവിടെ ആബ്സെൻറ്റീസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിലേക്ക് നോട്ടിഫിക്കേഷനിൽ കുട്ടി ഇന്ന് ആബ്സെൻ്റ് ആണെന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. അതൊരു ഫസ്റ്റ് പോയിൻ്റ്. ഇനി കുട്ടി അങ്ങനെ ലേറ്റ് ആയിട്ട് വരികയാണെങ്കിലും അതിൻ്റെ സ്റ്റാറ്റസ് അടക്കം മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതാണ് അറ്റൻഡൻസ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ രണ്ട് ഐക്കണിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ എന്താണ് അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇതിൽ നിന്ന് നോക്കാം. അറ്റൻഡൻസ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്കിതിൽ കാണാം ഒരു വർഷത്തെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം അതിൽ ടോട്ടൽ വർക്കിംഗ് ഡേയ്സ്, ടോട്ടൽ ആബ്സെൻറ്റ് ഡേയ്സ്, പ്രസൻറ്റ് ഡേയ്സ് ആൻഡ് പെർസെൻറ്റേജ് പറഞ്ഞിട്ട് 4 സ്റ്റാറ്റസ് ആണ് മേലെ നിങ്ങൾക്കിതിൽ കാണാം. അത് ആ കുട്ടിയുടെ ഒരു വർഷത്തെ ഫുൾ ഡീറ്റെയിൽസ് ആണ് അതിൽ വരുന്നത്. ഇനി അത് കൂടാതെ അതിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ മന്ത്, നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്, നമ്പർ ഓഫ് പ്രസൻറ്റ്, ആബ്സെൻറ്റ് എന്ന് നിങ്ങൾക്ക് കാണാം. ഇതും പറയുന്നത് ഓരോ മന്തിലും കുട്ടി എത്ര ടോട്ടൽ പ്രസൻറ്റായി ആബ്സെൻ്റായി എന്നതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ സ്റ്റാറ്റസ് എല്ലാം കാണാം, അതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്കിതിൽ കാണാം. ഇനി അതിലൊരു ഇൻഡിക്കേഷൻ പോലെ ക്ലിക്ക് ഓൺ മന്ത് ഫോർ ആബ്സെൻറ്റ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഇങ്ങനെ ഇൻഡിക്കേഷനായിട്ട് നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ മാസത്തിലാണ് കുട്ടി ആബ്സെൻ്റ് ആയിരിക്കും എന്നുള്ള സ്റ്റാറ്റസ് നിങ്ങൾക്ക് അതിൽ കാണാം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മന്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആ മന്തിൻ്റെ നവംബർ 9-ാം തീയതി മാത്രം ലീവായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ മന്തും സെലക്ട് ചെയ്യും തോറും അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്കിതിൽ കാണാം. അപ്പോൾ അറ്റൻഡൻസ് പറയുന്നത് നിങ്ങൾ ഇനി ഡെയിലി റൊട്ടീനായിട്ട് ഇത് ചെക്ക് ചെയ്യേണ്ട ഒരു ഭാഗമാണ് അറ്റൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങളത് ക്ലാസ് ടീച്ചറായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക് ചെയ്യാണ്. അടുത്താണ് നമുക്ക് കാണാം ടൈം ടേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ടൈം ടേബിൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റാറ്റസ് കാണാം, ക്ലാസ് ടൈം ടേബിൾ ആൻഡ് എക്സാം ടൈം ടേബിൾ. ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത് കുട്ടിയുടെ ഡെയിലി ഓരോ ദിവസത്തെ പീരീഡിൻ്റെ ടൈം ടേബിളാണ് ക്ലാസ് ടൈം ടേബിളായിട്ട് ഉദാഹരിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കി കാണാം നിങ്ങൾക്ക് ക്ലാസ് ടൈം ടേബിൾ വ്യൂ എന്ന് പറഞ്ഞിട്ട് അതിലൊരു ഇമേജ് അവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. ആ ഇമേജ് ആയിരിക്കും നിങ്ങളുടെ കുട്ടികളുടെ ക്ലാസ്സിൻ്റെ ഓരോ പീരീഡിൻ്റെ ടൈം ടേബിൾ. ഞാനൊരു ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യൂ ചെയ്ത് കാണാം. നിങ്ങളുടെ കുട്ടികളുടെ ഓരോ ദിവസത്തെ ഇന്ന ഏതൊക്കെ പീരീഡാണെന്നുള്ള സ്റ്റാറ്റസ് ഇതിൽ കാണാം. അതുകൂടാതെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആരമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. ഓക്കെ, ഇനി അടുത്തേക്ക് എടുക്കാം. ജസ്റ്റ് ഞാൻ ബാക്ക് അടിക്കുകയാണ്. അടുത്താണ് എക്സാം ടൈം ടേബിൾ. ഇത് വെരി ഇമ്പോർട്ടൻസ് ആണ്. ഇത് എന്താണെന്ന് പറയാം. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നോ ഡാറ്റ എന്നാണ്, എന്താണെന്ന് പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം വരാണ്, അതായത് ഹാഫ് ഇയർലി എക്സാം, പീരിയോഡിക് ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ്, അങ്ങനെ ഓരോ എക്സാം വരുമ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഇന്ന ദിവസം എക്സാം സ്റ്റാർട്ട് ആകും പറഞ്ഞിട്ട് അതിന് കൂടെ ഇതൊക്കെയാണ് എക്സാമിൻ്റെ ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം ടൈം ടേബിൾ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ട് രീതിയിലും ചെക്ക് ചെയ്യാം. എക്സാം ടൈം എന്ന് പറയുന്നത് ഒരു എക്സാം വരേണ്ട സമയത്ത് ഒരു മുന്നേ അവർ സെൻഡ് ചെയ്യും, അതാണ് എക്സാം ടൈം ടേബിൾ. ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത് കുട്ടിയുടെ പീരീഡിൻ്റെ ടൈം ടേബിളാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലാസ് ടീച്ചറായിട്ട് കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. അടുത്താണ് ഡയറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഡയറി എന്ന് പറയുന്നത് നമുക്ക് ഹോംവർക്കല്ല ഇതിൽ വരാം. ഇതിൽ വരുന്നത് കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും റീമാർക്സ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് ക്ലാസ് ടീച്ചറോ സബ്ജക്റ്റ് ടീച്ചേഴ്സോ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണാം. പലതും ആവാം. മേ ബി ഓരോ സബ്ജക്റ്റ് വൈസുള്ള റീമാർക്സ് ആവാം, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള റീമാർക്സ് ആവാം. അതൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് വ്യൂ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. അടുത്തതാണ് മെയിനായിട്ട് സ്കൂൾ പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ഞാൻ സെലക്ട് ചെയ്യാണ്. സ്കൂൾ പോർട്ടൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ലിങ്ക് വഴി, അതായത് ലിങ്ക് സെലക്ട് ചെയ്തിട്ട് അത് ക്രോമോ വെബ്സൈറ്റിൽ പോയി ഓപ്പൺ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്റ്റാറ്റസുകളായിരിക്കും ഇതിലുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇത് നോക്കുകയാണെങ്കിൽ സ്കൂൾ വെബ്സൈറ്റ്, ഫെസ്റ്റിവൽ, അങ്ങനെ ഓരോ സ്റ്റാറ്റസ് കാണാം. അപ്പോൾ ഞാൻ സ്കൂൾ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്കൂളിൻ്റെ വെബ്സൈറ്റ് ഡയറക്റ്റായി പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് എല്ലാം കാണാം. ഓക്കെ, അതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കൂൾ പോർട്ടലിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. അത് പല പല കാര്യങ്ങളാവാം.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈൻ വഴി ചെയ്യേണ്ട സ്റ്റാറ്റസ് എങ്ങനെ സ്കൂളുകാർ പറയുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് ഇതിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇനി അടുത്തതിലേക്ക് കടക്കാം. റിപ്പോർട്ട് കാർഡ്, ദാറ്റ്സ് എ മെയിൻ തിങ് ഇൻ ദിസ് സോഫ്റ്റ്വെയർ. റിപ്പോർട്ട് കാർഡ് എന്താണ്? റിപ്പോർട്ട് കാർഡ് ഇതെന്താണെന്ന് പറയാം. ഓരോ എക്സാം കഴിയുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കാർഡ് നിങ്ങൾക്ക് ഇതിൽ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷനിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഹാഫ് എക്സാം, പീരിയോഡ് ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ്, ടേം 1 എക്സാം, ഏത് എക്സാം ആയിക്കോട്ടെ, വൺസ് എക്സാം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കാർഡ് വന്നിട്ട് ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഇതിൽ കാണാം റിപ്പോർട്ട് കാർഡായിട്ട് ഓരോ എക്സാമിൻ്റെയും. ഞാനത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണാം റിപ്പോർട്ട് കാർഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഡേറ്റ് കാണാം, അക്കാഡമിക് ഇയർ കാണാം, ഡിസ്ക്രിപ്ഷൻ കാണാം, വ്യൂ എന്ന് കാണാം. അപ്പോൾ ഓരോ ഡേറ്റിലും ഓരോ ഇയറിലും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഹാഫ് ഇയർലി എക്സാം ഞാൻ കണ്ടു. അപ്പോൾ ആ ഹാഫ് ഇയർലി എക്സാമിൻ്റെ റിപ്പോർട്ട് കാർഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെയുള്ളൊരു ഐ ബട്ടൺ കണ്ടിട്ട് ഐ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ട് കാർഡ് ഇതിൽ കാണാം. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഡെയിലി റൊട്ടീനായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്റ്റാറ്റസ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമായിരിക്കും. ഈ റിപ്പോർട്ട് കാർഡ് അടക്കം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മേലെ നിങ്ങൾക്ക് കാണാം. ഒരു എയർ മാർക്ക് ക്ലിക്ക് ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്തും കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് റിപ്പോർട്ട് കാർഡ്. ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. ഇനി അടുത്താണ് മാർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. എന്താണ് മാർക്ക് ഷീറ്റ് എന്നുള്ളത്? അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ റിപ്പോർട്ട് കാർഡിൽ നിന്നും കണ്ടു, മാർക്ക് ഷീറ്റിൽ നിന്നും കണ്ടു, രണ്ടിനും രണ്ട് വ്യത്യാസമുണ്ട്. റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ആക്ച്വൽ മാർക്കിന് കൺവേർട്ട് ചെയ്തുള്ള മാർക്കായിരിക്കും റിപ്പോർട്ട് കാർഡിൽ കാണിക്കുക. എന്നാൽ മാർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ മാർക്കിൽ എത്ര കിട്ടി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസാണ് ഈ ഒരു മാർക്ക് ഷീറ്റിൽ വരാം. അപ്പോൾ ടീച്ചേഴ്സ് എത്രയിലാണ് നടത്തിയെന്നുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്ക് ഷീറ്റിൽ പോയിട്ട് അതുവരെയും കാണാൻ നിങ്ങൾക്ക് ഡേറ്റ്, എക്സാം നെയിം, വ്യൂ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ അതിലൊരു ഹാഫ് ഇയർലി എക്സാം കണ്ടു. അപ്പോൾ ആ ഹാഫ് ഇയർലി എക്സാം നടത്തിയ എല്ലാ സബ്ജക്റ്റിനും ആക്ച്വൽ മാർക്ക് എത്രയിൽ വെച്ച് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോവുക. ഞാൻ തൽക്കാലം ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ സബ്ജക്റ്റിൻ്റെയും ടോട്ടൽ മാർക്കിൽ എത്ര കിട്ടി, അതിൻ്റെ പെർസെൻറ്റേജ് എത്ര, ഗ്രേഡ് എത്ര, റാങ്ക് എത്ര എന്നുള്ള എല്ലാ സ്റ്റാറ്റസും നിങ്ങൾക്കിതിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയാണ് ഒരു എക്സാം മാർക്ക് ഷീറ്റ് ആൻഡ് റിപ്പോർട്ട് കാർഡ്. ഇത് നിങ്ങൾ ഓരോ എക്സാം കഴിയുന്തോറും ഇത് മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കേണ്ട ഒരു ഭാഗമാണ്. ഓക്കെ, എന്നിട്ട് ഇതിൽ വല്ല ഡൗട്ടുകൾ കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾ ക്ലാസ് ടീച്ചറായിട്ട് കോൺടാക്ട് ചെയ്ത് എന്തുകൊണ്ടാണെന്നുള്ള സ്റ്റാറ്റസ് വെരിഫൈ ചെയ്യാം. ഓക്കെ, ഈ രണ്ട് ഉപയോഗങ്ങളാണ് നമുക്ക് ഈ ഒരു കരിക്കുലം ബേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് കാർഡ് ആൻഡ് മാർക്ക് ഷീറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത് നമുക്ക് നോക്കാം അനക്ഡോട്ടൽ. അനക്ഡോട്ടൽ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡയറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടായിരുന്നു. അതേ സെയിമിൻ കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ടാണ് അനക്ഡോട്ടൽ എന്നുള്ള ഓപ്ഷൻ വരുന്നത്. ഇത് കുറച്ചുകൂടിയും ഇമ്പോർട്ടൻസ് ആയിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ഓപ്ഷൻ വഴിയായിരിക്കും. ഇതും സെയിം എക്സാം ഓറിയൻറ്റഡ് ആവാം, ക്ലാസ് റെസ്പോൺസ് ഓർ ക്ലാസ്സിലുള്ള പെർഫോമൻസ്, പല പല കാര്യം കൊണ്ടുള്ള കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, കുട്ടികളെ കുറിച്ചുള്ള റീമാർക്സ് പോലത്തുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ വരാം. അപ്പോൾ നിങ്ങൾക്കിതിൽ കാണാം പല കാര്യങ്ങളും ലേറ്റ് കമ്മിങ് ആണ്, പല പല കാര്യങ്ങൾ കൊണ്ടുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് മാർക്ക് ചെയ്ത് പാരൻസിന് സെൻഡ് ചെയ്യാനുള്ള കൂടിയുള്ള സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ സ്റ്റാറ്റസ് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സ്ക്രീൻ ശ്രദ്ധിക്കുക. ഡയറി എന്നുള്ള ഓപ്ഷൻ കണ്ടു, അനക്ഡോട്ടൽ എന്നുള്ള ഓപ്ഷൻ കണ്ടു. ഇതും രണ്ടും സെയിം പാറ്റേൺ തന്നെയാണ്, ഡിഫറെൻറ്റ് മെത്തേഡ് കൂടെ ആയിരിക്കും. അപ്പോൾ ഇതും രണ്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്താണ് നമുക്ക് ഇനി ക്ലാസ് ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണും. എന്താണ് ക്ലാസ് ടെസ്റ്റ്? നേരത്തെ നമ്മൾ റിപ്പോർട്ട് കാർഡ്, മാർക്ക് ഷീറ്റ് എന്നത് കണ്ടു. അതും പറയുന്നത് സിലബസ് ബേസ്ഡുള്ള എക്സാമിൻ്റെ മാർക്ക് എൻട്രിയും അതിൻ്റെ റിപ്പോർട്ട് കാർഡും മാർക്ക് ഷീറ്റ് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ക്ലാസ് ടെസ്റ്റ്? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് ടീച്ചേഴ്സ് വന്നിട്ട് കുറച്ച് സബ്ജക്റ്റൊക്കെ പഠിപ്പിച്ചു, നാളേക്ക് പഠിച്ചുകൊണ്ടുവരണം, ക്ലാസ് ടെസ്റ്റൊക്കെ ഉണ്ടാവും എന്ന് പറയാണ്. അങ്ങനെ ക്ലാസ്സസ് നടത്തേണ്ട മാർക്ക് ഷീറ്റ് കാണാനുള്ള ഓപ്ഷൻ കൂടിയാണ് ക്ലാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഐക്കൺ കൂടെ വെച്ചേക്കുന്നത്. ഞാൻ അതിൽ ക്ലാസ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് നോക്കുകയാണെങ്കിൽ കാണാം വൺസ് അവർ ഒരു ആപ്പ് വഴി ടീച്ചേഴ്സ് വന്നിട്ട് ആപ്പ് വഴി അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഡേറ്റ് റേഞ്ച് വഴിയായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ ഡേറ്റിലും
ഓരോ ടീച്ചേഴ്സ് എന്തൊക്കെ സബ്ജക്റ്റിൻ്റെ ക്ലാസ് ടെസ്റ്റ് നടത്തിയോ അതെല്ലാം ഈ ഓരോരോ ഡേറ്റിലും ഇതുപോലെ സ്റ്റാറ്റസ് നടക്കും. ഇപ്പം ഞാനിവിടെ 11th എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് ക്ലിക്ക് അവിടെ സയൻസ് എന്ന് വന്നു. അപ്പോൾ 25ൽ ക്ലാസ് ടെസ്റ്റ് നടത്തിയ ആ കുട്ടിക്ക് 15 എന്നുള്ള രീതിക്കാണ് അന്ന് സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് മാത്രമാണ് ക്ലാസ് ടെസ്റ്റ് നടത്തിയുള്ളൂ. ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ 8/10/2025 അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് മാർക്ക് ക്ലാസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റാറ്റസാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആരോ മാർക്ക് മാറ്റിയിട്ട് 23/01/2026 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ EVS അന്ന് EVS എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ക്ലാസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റാറ്റസാണ് അവിടെ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ എത്രയും ഈ ഒരു ആപ്പ് എന്നുള്ള ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങളപ്പോൾ ഡെയിലി ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കുട്ടീനെ സംബന്ധിച്ച് എത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആപ്പ് വഴി ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ഡിസിപ്ലിൻ. എന്താണ് ഡിസിപ്ലിൻ എന്നുള്ളത് നോക്കാം. ഇതും ഒരു എൻട്രി പോലെ തന്നെയാണ്. അതായത് ക്ലാസ്സിൽ എത്രത്തോളം ആ കുട്ടി ഡിസിപ്ലിൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റാറ്റസാണ് നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ പറഞ്ഞ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നത്. ഓക്കെ, അത് പല പല കാര്യങ്ങളുകൊണ്ടാവാം. ടീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഇതുപോലെ ഇവിടെ കാണാം. ഓക്കെ, ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. ഇനി അടുത്താണ് മെയിനായിട്ട് അടുത്ത 2 പാർട്ട് നോക്കാം. പോർഷൻ ആൻഡ് ഹോംവർക്ക്. എന്താണ് പോർഷൻ? ഒരു എക്സാമൊക്കെ വരുമ്പോൾ മെയിനായിട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലെ പോർഷൻസ് കവർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഹോംവർക്ക് എന്ന് പറയുന്നത്. ഡെയിലി ഹോംവർക്ക് ടീച്ചേഴ്സ് കൊടുക്കും. അപ്പോൾ നമുക്ക് മുന്നൊക്കെ ഡയറിയിലൊക്കെ എഴുതി തരുന്ന കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ ഫുൾ എല്ലാ സ്കൂളിലും നോക്കണമെങ്കിൽ ഫുൾ ഡിജിറ്റലാവാണ്. അത് മോസ്റ്റ്ലി എല്ലാം പാരൻസ് അറിഞ്ഞിരിക്കണം കുട്ടികൾക്ക് എത്രത്തോളം കാര്യങ്ങളാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പോർഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പോർഷൻ ക്ലിക്ക് ചെയ്യാണ്. ഓരോ എക്സാംസ് വരുന്ന സമയത്ത് ടീച്ചേഴ്സ് പോർഷൻസ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനുള്ളിൽ അപ്ഡേറ്റ് ആയി വരും. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇൻബോക്സ് എന്ന് പറഞ്ഞിട്ട് അടിയിൽ ടുഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ന്യൂ ഉണ്ട് വ്യൂഡ് എന്നുള്ള ഓപ്ഷൻസ് കാണാം. അപ്പോൾ ടുഡേ എന്ന് പറയുന്നത് കറണ്ട് ഡേറ്റ് എന്തെങ്കിലും പോർഷൻസ് ടീച്ചേഴ്സ് തരുവാണെങ്കിൽ ഒരു ആപ്പിൽ ലഭ്യമായിരിക്കും. അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ന്യൂവിൻ്റെ അവിടെ വരികയാണെങ്കിൽ 1, 2, 3 ഓരോ ടീച്ചേഴ്സ് ഇടുന്ന തോറും അതിൻ്റെ അവിടെ സ്റ്റാറ്റസ് കൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണാം. ഇനി അതിനിടയിൽ നോക്കുകയാണെങ്കിൽ പ്രീവിയസ്, അപ്കമിങ്, മോർ എന്നുള്ള ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് പ്രീവിയസ് എന്ന് പറയുന്നത് മുന്നേ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് കാണണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് ഇതുപോലെ വരും. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിളായിട്ട് 17 ഡിസംബർ 2025 അതുമ്പോൾ ന്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റാറ്റസ് കൗണ്ട് ബ്ലിങ്ക് ആവണം നിങ്ങൾക്ക് കാണാം. പിന്നെ അതും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞ ചാപ്റ്റർ എന്തെങ്കിലും ആവാം. അപ്പോൾ നിങ്ങളും ഇതൊരു ഡെയിലി ഒരു പാർട്ടായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യണം. മെയിൻ തിങ്. ഓക്കെ, ഇനി അടുത്താണ് അപ്കമിങ്. ടീച്ചേഴ്സിന് മുൻകൂട്ടിയിട്ട് ഇന്ന ഡേറ്റിൽ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്കമിങ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ആ ഡേറ്റിൽ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ലിസ്റ്റായി വരും. ഓക്കെ, അപ്പോൾ എന്താണ് പോർഷൻസ് എന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതിനൊരു എക്സാം ഓറിയൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ പലതാവാം. പോർഷൻസ് നമ്മൾ പല രീതിയിലാവാം. നിങ്ങളിതൊരു ഡെയിലി ഒരു റൊട്ടീൻ പോലെ തന്നെ ഇതൊക്കെ എല്ലാം ഡെയിലി ചെക്ക് ചെയ്യേണ്ട, അത്യാവശ്യമായി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാലാണ് നമുക്ക് നമ്മുടെ കുട്ടീനെ ഫുൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്താണ് ഹോംവർക്ക്. ഹോംവർക്ക് എന്ന് പറയുന്നത് ഡെയിലി ടീച്ചേഴ്സ് ഇടുന്ന സബ്ജക്റ്റിൻ്റെ ഹോംവർക്ക്സ് നിങ്ങൾക്കൊരു ഈ ഒരു ആപ്പ് വഴി കാണാൻ പറ്റും. ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഏത് ക്ലാസ്സിലാണോ ആ ക്ലാസ്സിലുള്ള സബ്ജക്റ്റിൻ്റെ ലിസ്റ്റാണ് ഇവിടെ ലിസ്റ്റായി വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ നേരെ ന്യൂ എന്നുണ്ട്, വ്യൂഡ് എന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ ഇംഗ്ലീഷിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ന്യൂവിൻ്റെ അവിടെ 7 എന്ന് കാണാം. അപ്പോൾ അത്രയും സ്റ്റാറ്റസ് കൊടുത്തത് കൊണ്ടാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഓരോ ഡേറ്റ് വൈസ് ആയിട്ടാണ് നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ അത് മൊത്തത്തിൽ നിങ്ങൾക്കത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏത് ഡേറ്റിൻ്റെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആ ഡേറ്റിൻ്റെ അവിടെയുള്ള ആരോ മാർക്ക് ക്ലിക്ക് ആണെങ്കിൽ ആ ഹോംവർക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വൺസ് ഹോംവർക്ക് നിങ്ങൾ കുട്ടി ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ഫയൽ വരെ അറ്റാച്ച്മെൻറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. ഓക്കെ,
ടീച്ചേഴ്സ് ഇത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ ഇത് കണ്ടു ഇല്ല എന്നുള്ള ഓപ്ഷൻ ടീച്ചേഴ്സിന് കാണാൻ പറ്റും. അപ്പോൾ രണ്ട് സ്റ്റാറ്റസും ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും അവർക്ക് സ്റ്റാറ്റസ് എപ്പോഴും അപ്ഡേറ്റ് കൊണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഹോംവർക്ക് എന്നുള്ള രീതിയിൽ കാണാം. അപ്പോൾ പാരൻസ് അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പാർട്ട് 3 ആണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം, ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് അറ്റൻഡൻസ്, അത് നമ്മൾ ഡെയിലി നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ടൈം ടേബിൾ, ഡയറി, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ റിപ്പോർട്ട് കാർഡ്, മാർക്ക് ഷീറ്റ്, അനക്ഡോട്ടൽ, ക്ലാസ് ടെസ്റ്റ്, ഡിസിപ്ലിൻ, പോർഷൻ, ഹോംവർക്ക്. ഓക്കെ, അടുത്താണ് നിങ്ങൾക്ക് പാരൻസിന്, അതായത് എന്തെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കണം, പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ടീച്ചേഴ്സിന് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫീഡ്ബാക്ക് എൻട്രി എന്നുള്ള ഓപ്ഷൻ അവിടെ കാണും. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫീഡ്ബാക്ക്, അതായത് സ്കൂളിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അത് സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫീഡ്ബാക്ക് എൻട്രി പറയുന്നത് അവിടെ എൻട്രി എന്നുണ്ട്, ലിസ്റ്റ് എന്നുണ്ട്, രണ്ട് ഓപ്ഷൻസ് അവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാറ്റഗറി, അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ കാറ്റഗറി സെലക്ട് ചെയ്യും, ഇഷ്ടംപോലെ കാറ്റഗറി നിങ്ങൾക്ക് അവിടെ കാണും. അപ്പോൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത് അതവിടെ കാറ്റഗറിയിൽ പോയിട്ട് അവിടെ സെലക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഫീസ് റിലേറ്റഡുള്ള ഫീഡ്ബാക്ക് എൻട്രി ആണ് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതവിടെ കൊടുക്കാം. ഫീസും പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ടാണ് സ്കൂളിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ചോദിക്കേണ്ടത്, അറിയേണ്ടത്, അല്ലെങ്കിൽ ജസ്റ്റ് ഫീസ് എന്ന് സെലക്ട് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ക്ലാസ് ടീച്ചേഴ്സിനും സ്കൂളിൻ്റെ അഡ്മിനും ഈ ഒരു മെസ്സേജ് പോകുന്നതായിരിക്കും. വൺസ് അവർ അത് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് അത് അതിൻ്റെ റിപ്ലൈ എത്രയും വേഗം വരുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫീഡ്ബാക്ക് എൻട്രി. ഓക്കെ, അടുത്തതാണ് ലീവ് ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, നിങ്ങളുടെ കുട്ടി ലീവ് എടുക്കാനുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ നിങ്ങളെങ്ങനെയാണ് ഫസ്റ്റ് ഫോളോ അപ്പ്, നിങ്ങളെങ്ങനെയാണ് നോർമൽ കോൾ ചെയ്തിട്ടാണോ കുട്ടിക്ക് ലീവ് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാം. കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് രണ്ട് ഓപ്ഷനായിട്ട് നമുക്ക് യൂസും ചെയ്യാം. ഒരു ആപ്പ് വഴി ലീവൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ ലീവ് ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. ലീവ് ആപ്ലിക്കേഷൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് പാറ്റേൺ കാണാം. അപ്ലൈഡ്, അപ്രൂവ്ഡ്, റിജക്റ്റഡ്, ക്യാൻസൽ. ഒരു 4 സ്റ്റാറ്റസ് വഴിയാണ് നിങ്ങൾക്ക് ലീവിൻ്റെ സ്റ്റാറ്റസ് കാണാം. അപ്പോൾ എങ്ങനെയാണ് ലീവ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്കിതിൽ കാണാം. ഈ ഒരു സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലീവ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ്, റോൾ നമ്പർ, ഡിവിഷൻ, അപ്ലൈ ഡേറ്റ് എന്നുള്ള സ്റ്റാറ്റസ് മേലെ തന്നെ കാണാം. ഇനി അടുത്താണ് ലീവ് ഫ്രം, ലീവ് ടു. ലീവ് ഫ്രം എന്ന് പറയുന്നത് എന്നാണ് ലീവ് എടുക്കുന്നത് അത് ആ ഡേറ്റ് അവിടെ പോയിട്ട് സെലക്ട് ചെയ്യാം. ആ കലണ്ടർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം. ഇനി അതുപോലെ ലീവ് ടു എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൻ്റെ ഡേറ്റിനടുത്ത് കലണ്ടർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തേക്കാണെങ്കിൽ ആ ഡേറ്റ് തന്നെ 2ൻ്റെ അവിടെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ 3 എത്ര ലീവാണോ എടുക്കുന്നത് അത്രയും ലീവിനനുസരിച്ചുള്ള 2 ഡേറ്റിന് അവിടെ പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്താണ് ലീവ് ടൈപ്പ്. ഏത് രീതിയിലുള്ള ലീവാണ് എടുക്കണമെന്നാണ് ചോദിക്കുന്നത്. ഇത് നോക്കിയാൽ കുറച്ച് ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് സിക്ക് ലീവ്, ടൂർ ലീവ്, ക്യാഷ്വൽ ലീവ്. സിക്ക് ലീവ് ആണെങ്കിൽ സിക്ക് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് ഫുൾ ഡേ ആണെങ്കിൽ അവിടെ സീസൺ എന്ന് പറഞ്ഞിട്ട് ഫോർനൂൺ ആൻഡ് ആഫ്റ്റർനൂൺ എന്നുണ്ട്. ജസ്റ്റ് രണ്ടും ടിക്ക് ചെയ്തതിന് ശേഷം റീസൺ എന്തുകൊണ്ടാണെന്നുള്ളത് ടൈപ്പ് ചെയ്യാം. അത് കറക്റ്റായി ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ദ സ്പോട്ടിന് ക്ലാസ് ടീച്ചേഴ്സിനും സ്കൂളത്തെ അഡ്മിനും ഈ ഒരു ഇത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വൺസ് അവർ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റാറ്റസാണ്. ഞാനൊരു ടാബിൽ നിന്ന് ബാക്ക് അടിക്കുകയാണ്. വൺസ് അവർ കണ്ടു കഴിഞ്ഞ് പല സ്റ്റാറ്റസ് ആവാം. മേ ബി അപ്രൂവ് ആക്കാം, റിജക്റ്റ് ആക്കാം, ക്യാൻസൽ ആക്കാം, പല സ്റ്റാറ്റസ് ആക്കാം. വൺസ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ അപ്രൂവ്ഡ് ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ചെയ്യും. കൂടാതെ ഈ മേലെ കാണുന്ന 4 സ്റ്റാറ്റസിൽ കൗണ്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അപ്ലൈഡ് ആയിട്ടുണ്ടെങ്കിൽ അപ്ലൈൻ്റെ ഉള്ളിൽ 1 കൗണ്ട് അപ്ലൈഡ്, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും വരികയാണെങ്കിൽ നിങ്ങൾക്കത് ക്ലാസ് ടീച്ചറത്ത് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. അടുത്താണ് ഗാലറി എന്ന് പറഞ്ഞ ഐക്കൺ കാണും. ഗാലറി എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗാലറി പറഞ്ഞ ഐക്കണിൽ വന്ന് അത് കാണാം. ഓക്കെ, ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. അടുത്താണ് ബെസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത്
നിങ്ങളുടെ കുട്ടി ഈ ഒരു ബസ്സിൽ ഈ സ്കൂളിൻ്റെ ബസ്സിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു സ്റ്റാറ്റസ് കാണാൻ പറ്റുള്ളൂ. കുട്ടി എത്രത്തോളം എവിടെ വരെ എത്തി, അത് ബസ് ട്രാക്ക് ചെയ്യണ എല്ലാ റൂട്ടും അതിൽ ലഭ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര അധികം കാര്യങ്ങൾ കൂടിയിട്ടാണ് പാരൻ്റ് ലോഗിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ക്ലാസ് ടീച്ചറായിട്ട് സംസാരിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങളിനി ഡെയിലി റൊട്ടീനായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇതിൽ തന്നെയുണ്ട്. കുറേ പതുക്കെ ഇനി വാട്സാപ്പ് എന്നുള്ള ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകാർ മോസ്റ്റ്ലി ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഫുൾ ആയിട്ട് വന്നാൽ മാത്രമാണ് സ്കൂളിൻ്റെ ഫുൾ സ്റ്റാറ്റസ് കുട്ടിയെ കുറിച്ചുള്ള എല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാവുള്ളൂ. അപ്പോൾ നിങ്ങളിതൊരു ഡെയിലി റൊട്ടീനായിട്ട് തന്നെ ഡെയിലി ഇത് ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഓക്കെ, ഇനി ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനും മറന്നു. ഇനി സിബ്ലിങ്സ് ഉള്ള പാരൻസ് ഉണ്ടെങ്കിൽ, അതായത് 2-3 കുട്ടികളൊക്കെ ഈ ഒരു സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ എങ്ങനെ ഈ ഒരു ആപ്പ് വഴി അടുത്ത കുട്ടികളുടെ പ്രൊഫൈലിലേക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാന്നുള്ള ഓപ്ഷനാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് തന്നെ ഈ ഒരു ബ്ലൂ ബോക്സ് ആറ്റം വരെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഫസ്റ്റ് ഏത് കുട്ടിയുടെ ലോഗിനിലാണോ കയറിയിരിക്കുന്നത് ആ കുട്ടിയുടെ പ്രൊഫൈലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളായിരിക്കും ഈ ഒരു സ്ക്രീനിൽ കാണിക്കുക. ഞാൻ അടുത്ത കുട്ടീനെ എങ്ങനെയാണ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ പറയാം. ഈ ഒരു ബ്ലൂ ബോക്സിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ഹാംബർഗ് മെനു പോലെ ചെറിയൊരു ബോക്സ് പോലെ കാണാം. ആ ബോക്സ് പോലെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ സെലക്ഷൻ വരും. അതായത് സിബ്ലിങ്സ് ആയിട്ടുള്ള കുട്ടികളെ സ്വിച്ച് ചെയ്ത് കയറാനുള്ള ഓപ്ഷനിലേക്കാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത്ര നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡെമോ സ്റ്റുഡൻറ്റ് എന്നുള്ള ലോഗിനിലായിരുന്നു. ഇനി നിങ്ങൾക്ക് അടുത്ത കുട്ടിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ അമ്മയെ കൃഷ്ണ എന്ന് പറഞ്ഞ കുട്ടിയിലേക്ക് പോവുകയാണ്. അതിന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അമ്മയെ കൃഷ്ണ റിലേറ്റഡ് ഉള്ള കുട്ടിയുടെ ഡീറ്റെയിൽ മൊത്തമായിരിക്കും ഈ ഒരു സ്റ്റാറ്റസ് മൊത്തം കാണാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പം നിങ്ങളിനി ഞാൻ വീണ്ടും പറയുകയാണ്, ഡെയിലി നിങ്ങളിത് ഫോളോ അപ്പ് ചെയ്ത് അത്യാവശ്യമായി കൊണ്ടുവരേണ്ട ഒരു ആപ്പാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് ടീച്ചറായിട്ട് ചോദിക്കുക, ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ.